അതല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സ്വാഹിബിശ് ശറഇൽ ഖവീം വൽ മൻഹജിൽ മുസ്തഖീം മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറ അൻ-നിസ 117 മുതലാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഷിർക്കിൻ്റെ ഗൗരവം, ഒരാൾ ഷിർക്ക് ചെയ്താൽ അത് മുഖേന അവൻ്റെ ജീവിതമാകെ നഷ്ടത്തിലകപ്പെടുന്നതിനെക്കുറിച്ചാണ് നമ്മൾ വിശദമായി പഠിച്ചത്. തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നു, യദ്ഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാസൻ വയദ്ഊന ഇല്ലാ ശൈത്വാനം മരീദാ. അള്ളാഹുവിന് പുറമെ അവർ ആരാധിച്ചു വരുന്ന, പ്രാർത്ഥിച്ചു വരുന്ന, അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചു വരുന്ന, അവരുടെ ബലികൾ അർപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ, അള്ളാഹുവിന് പുറമെയുള്ള ആളുകൾക്ക് ഇതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണല്ലോ ഷിർക്ക്, ബഹുദൈവാരാധന എന്നുള്ളത്. അള്ളാഹുവിനെ പോലെയുള്ള ഒരു അള്ളാഹു ഉണ്ട് എന്ന് ലോകത്താരും വിശ്വസിക്കുന്നേയില്ല. ബഹുദൈവ വിശ്വാസികൾ ജഗന്നിയന്താവായൊരു അള്ളാഹു ഉണ്ട് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. മക്കയിലെ പ്രവാചകൻ്റെ കാലത്തുള്ള ബഹുദൈവ വിശ്വാസികൾ വരെ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരും അംഗീകരിക്കുന്നവരുമായിരുന്നു. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹ് എന്ന് അവർ സമ്മതിച്ചിരുന്നു. മഴ വർഷിപ്പിച്ചു തരുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നവർ അംഗീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയുള്ള അവരുടെ പേരുകളിൽ അള്ളാഹു കടന്നു വന്നിരുന്നു. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെ പേരെന്താണ്? അബ്ദുള്ള എന്നാണ്, അള്ളാഹുവിൻ്റെ ദാസൻ. എന്നാൽ അബ്ദുൽ ഉസ്സ അതൊക്കെ അവർ പേരിട്ടിരുന്നു. അപ്പോൾ അള്ളാഹുവിൽ മറ്റുള്ളവരെ, അള്ളാഹുവിന് സമർപ്പിക്കേണ്ട ആരാധനയിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കുന്നത് മുഖേന അവർ ഷിർക്ക് ചെയ്തിരുന്നു. ആ ഷിർക്കാണ് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമായി ഖുർആൻ നമുക്ക് വിശദീകരിച്ചിരുന്നത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കുന്നതിനെ പൊറുക്കുകയില്ല. അതല്ലാത്ത പാപങ്ങൾ മനുഷ്യരിൽ നിന്ന് വന്നു പോകുന്നതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു തരും. വമൻ യുശ്രിക് ബില്ലാഹ്, അങ്ങനെ അള്ളാഹുവിൽ വല്ലവനും പങ്കു ചേർക്കുകയാണെങ്കിൽ ഫഖദ് ളല്ല ളലാലൻ ബഈദ, വിദൂരമായ വഴികേടിൽ അകപ്പെട്ടിരിക്കുന്നവനെന്നാണ്. ഇനി അവരുടെ ഈ ബഹുദൈവാരാധന വരുന്ന വഴികളെക്കുറിച്ച് അടുത്ത ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നു, യദ്ഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാസ. യദ്ഊന, അവർ വിളിച്ചു തേടുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, മിൻ ദൂനിഹി, അവന് പുറമേ, അള്ളാഹുവിന് പുറമേ, ഇല്ലാ ഇനാസ, ആരെയല്ലാതെ? പെൺദൈവങ്ങളെ അല്ലാതെ. ഇനാസ് എന്ന് പറഞ്ഞാൽ ഉൻസ, ഇനാസ് എന്ന് പറഞ്ഞാൽ ദക്കർ എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? ഉൻസ. ദക്കർ മെയില്, ഉൻസ ഫീമെയില്. അപ്പോൾ ഈ ദൈവങ്ങളിൽ അവർക്ക് ദേവന്മാരും ദേവിമാരും ഉണ്ടായിരുന്നു, ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഉണ്ടാവും. അപ്പം നമ്മളിവിടെ ഗുരുവായൂർ അപ്പനും ഉണ്ട്, കൊടുങ്ങല്ലൂർ അമ്മയുണ്ട്, അല്ലേ? ആണും പെണ്ണും, ദേവന്മാരും ദേവീക്ഷേത്രമൊക്കെ ഉണ്ട് നിങ്ങൾ. അതേപോലെ അപ്പം പണ്ടുകാലത്തെ ഈ ബഹുദൈവാരാധനയുടെ ഭാഗമായി അള്ളാഹുവിൽ നിന്ന് പിടുത്തം വിട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു മനുഷ്യൻ. പിന്നെ ആണായാലും പെണ്ണായാലും കല്ലായാലും മരമായാലും പുഷ്പമായാലും നദിയായാലും, പുണ്യപുഷ്പങ്ങൾ, പുണ്യനദികൾ, പുണ്യമൃഗങ്ങൾ, പുണ്യപക്ഷികൾ, ഇങ്ങനെ പോവുകയാണ്.
അള്ളാഹുവിൽ നിന്ന് പിടുത്തം വിട്ട് കഴിഞ്ഞാൽ. ഇവിടെ അള്ളാഹു പറയുന്നത് ഈ യദഊന ഇല്ല മിൻ ദൂനിഹി ഇല്ല ഇനാസ. അപ്പോൾ അവർ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ചില ഉൻസകളെയാകുന്നു, പെൺദൈവങ്ങളെ മാത്രമാകുന്നു. ഇൻ ഇല്ല വന്നാൽ മാത്രം എന്നർത്ഥം കൂടി കിട്ടും. ഇനാസ എന്നുള്ളതിന് മറ്റൊരു വിശദീകരണം കൊടുത്തിട്ടുള്ളത് ഇല്ല ഇനാസ ഐ ഇല്ല അംവാത. അംവാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മരിച്ചുപോയ ആളുകൾ, അവരെ അല്ലാതെ അവർ വിളിച്ചു തേടുന്നില്ല. വൽ അറബു തുത്ലഖു അലൽ മയ്യിത്തി ഉൻസ. മയ്യത്തിന് അറബികൾ സാധാരണ ഉൻസ, സ്ത്രീ എന്ന രീതിയിലായിരുന്നു പറയപ്പെടാറുണ്ടായിരുന്നത്. കാരണം ലിളുഅഫിഹി വ അജ്സിഹി, മരിച്ചു കഴിഞ്ഞാൽ അതിനെന്തില്ല, കഴിവില്ല, ശക്തിയില്ല, അതിൻ്റെ ബലഹീനത, അതിൻ്റെ ദുർബലത, അത് സൂചിപ്പിച്ചുകൊണ്ട് അവർ മരിച്ച അംവാത്തുകളെ സ്ത്രീകൾ എന്ന അർത്ഥത്തിൽ പറയാറുണ്ടായിരുന്നു. അങ്ങനെയും ഒരു വിശദീകരണം അതിനുണ്ട്. അപ്പോൾ നോക്കൂ, മരിച്ചുപോയവരെ അല്ലാതെ അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു തേടുന്നില്ല. പെൺദൈവങ്ങളെ മാത്രമാകുന്നു അവർ വിളിച്ചു തേടുന്നത്. ഇനി ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇതിന് അവരെ പ്രേരിപ്പിക്കുന്നത് ആരാണ്? അള്ളാഹുവിൽ നിന്ന് മറ്റുള്ള പരദൈവങ്ങളിലേക്ക് അവരുടെ മനസ്സുകളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആരാണ്? വഇയദഊന ഇല്ലാ ശൈത്വാനം മരീദാ. വഇയദഊന, അവർ പ്രാർത്ഥിക്കുന്നില്ല, വിളിച്ചു തേടുന്നില്ല, ആരെയില്ലാതെ? ഇല്ലാ ശൈത്വാനൻ. ശൈത്താൻ ആരാണ്? പിശാച്. മരീദ്, മാരിദ് എന്നൊക്കെ പറഞ്ഞാൽ ധിക്കാരി. ധിക്കാരിയായ പിശാചിനെയല്ലാതെ അവർ വിളിച്ചു തേടുന്നില്ല. ആ പിശാചിൻ്റെ ദുർബോധനങ്ങൾക്ക് വശംവദരായിക്കൊണ്ടാണ് മനുഷ്യർ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് കുടിയൊഴിഞ്ഞു പോകുന്നത്. പഠിച്ചവനും വേണം, പഠിപ്പുകളും വേണം എന്ന രീതിയിലേക്ക്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിന് പുറമെ, അള്ളാഹിൻ്റെ കൂടെ നിങ്ങൾ മറ്റാരെയും, ഒരു ഇലാഹിനെയും നിങ്ങൾ വിളിച്ചു തേടുകയോ ആരാധിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് കണിശമായി പറഞ്ഞിട്ടുള്ളത്. അപ്പം ധിക്കാരിയായ ശൈത്താനെ, പിശാചിനെ മാത്രമാകുന്നു അവർ വിളിച്ചു തേടുന്നത്. മരിച്ചുപോയ ആളുകളെയാകുന്നു അവർ വിളിച്ചു തേടുന്നത്. അവരിലെ പെൺദൈവങ്ങളെയാകുന്നു അവർ വിളിച്ചു തേടുന്നത്. എന്നാൽ പിശാചിൻ്റെ അവസ്ഥ എന്താ? ലഅനഹു, അവനെ ശപിച്ചിരിക്കുന്നു. ആരെ? ഈ പിശാചിന്. ആര്? അല്ലാഹു. ലഅനഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശപിച്ചിരിക്കുന്നു. മാത്രമല്ല അവനിങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട്, വഖാല ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബൻ മഫ്റൂദാ. ലഅത്തഖിദന്ന, ഞാൻ ഉണ്ടാക്കി തീർക്കുക തന്നെ ചെയ്യും. ഇത്തഖദ ഇത്തഖിദു എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി തീർത്ത്. ലഅത്തഖിദന്ന, ഞാൻ ഉണ്ടാക്കി തീർക്കുക തന്നെ ചെയ്യും. മിൻ ഇബാദിക, നിന്റെ ദാസന്മാരിൽ നിന്ന്. നസീബം മഫ്റൂദാ, ഒരു നിശ്ചിത വിഹിതം ദാസന്മാരെ എൻ്റെ ആളുകളാക്കി ഞാൻ ഉണ്ടാക്കി തീർക്കും. കുറച്ചുകൊണ്ട് ആളുകൾ കുറച്ചുണ്ടാകും, പിശാചിൻ്റെ ആൾക്കാരും കുറച്ചുണ്ടാകും. അവനെ ഞാൻ എന്ത് ചെയ്യും? വഴി പിഴപ്പിക്കുക തന്നെ ചെയ്യും. അവൻ ശപഥം ചെയ്തതാണല്ലോ, അവനൊരു വരം വാങ്ങിയതാണ് ആ സന്ദർഭത്തിൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പിശാച് എന്താ പറഞ്ഞു? ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം, അവരെ ഒന്നടങ്കം ഞാൻ വഴിപിഴപ്പിക്കും പഠിച്ചോനെ. പക്ഷേ ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, എനിക്ക് വഴിപിഴപ്പിക്കാൻ കഴിയാത്തൊരു വിഭാഗം നിന്റെ അടിമകളിലുണ്ട്, ദാസന്മാരിലുണ്ട്. അതാരാണ്? അവിടെ വിശേഷണം എന്താണ്? അൽ മുഖ്ലസീൻ, ഇഖ്ലാസുള്ള നിഷ്കളങ്കരായ നിന്റെ ദാസന്മാരെ എനിക്ക് വഴിപിഴപ്പിക്കാൻ കഴിയില്ല. അപ്പം ഇഖ്ലാസ് വേണം.
ഇഖ്ലാസിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എവിടുന്നാണ്? അൽ മുഖ്ലിസു മൻ അഖ്ലസ നഫ്സഹു മിന ശിർക്ക്. അവിടുന്ന് തുടങ്ങും. ഷിർക്കിൽ നിന്ന്, ബഹുദൈവാരാധനാപരമായ വിശ്വാസത്തിൽ നിന്ന് സ്വന്തം മനസ്സിനെ ശുദ്ധമാക്കിയവനാണ് ആര്? മുഖ്ലിസ്. അവിടുന്ന് തുടങ്ങണം ഇഖ്ലാസ്. അങ്ങനെയുള്ള ആളുകളെ എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ മനസ്സ് എപ്പോഴും ആരിലായിരിക്കും? അള്ളാഹുവിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സെട്ടുകളിലേക്ക് ഒരു പോകൂല, മരിച്ചവരിലേക്ക് പോകൂല, ജാരങ്ങളിലേക്കും ദർഗകളിലേക്കും മക്കാമുകളിലേക്കും മക്ബറകളിലേക്കും പിടുത്തപ്പെട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ അള്ളാഹുവാണ് എല്ലാം, എനിക്ക് അഭയം നൽകുന്നവൻ എന്ന വിശ്വാസം. ഇതാ ഖുർആൻ ചോദിച്ചിട്ടുണ്ട്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹുവിൻ്റെ അടിമക്ക് അള്ളാഹു പോരെ? ആ ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ മറുപടിയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ മറുപടിയാണ്. പ്രവാചകന്മാരെല്ലാം പറഞ്ഞതും തൻ്റെ പ്രബോധിത സമൂഹത്തെ പഠിപ്പിച്ചതുമായ മറുപടിയാണത്. അവിടേക്ക് വരണം. മനുഷ്യൻ്റെ മനസ്സിന് ശക്തി, ഊർജം, കരുത്ത്, അതിന് ബലം കിട്ടണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിൽ അഭയം തേടണം. എന്നാൽ പിന്നെ ഒന്നിനും പേടി ഉണ്ടാവില്ല, മറ്റെല്ലാവരെയും പേടിയായിരിക്കും. അതാണ് ശരിക്ക് വിശുദ്ധമായ വിശ്വാസം. അതവിടെ പറഞ്ഞത്. അപ്പോൾ പിശാചിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന ശൈത്താന ലക്കും അദുവ്വ്. ഖുർആൻ പറയുന്നില്ലേ, പിശാച് നിങ്ങളുടെ ശത്രുവാണ് തീർച്ച. ഫത്തഖിദൂഹു അദുവ്വ. നിങ്ങളുടെ ശത്രു ആരാണ്? നമ്മൾ മനുഷ്യന്മാരുടെ ശത്രുവൊക്കെയാണ്. മനുഷ്യന്മാരല്ല നമ്മുടെ ശത്രു. നമ്മുടെ ശത്രു ആരാണ്? പിശാചുക്കളാണ്. അവനാണ് നമ്മുടെ മനസ്സിനെ വഴിതെറ്റിക്കുന്നത്, ദുർബോധനം നടത്തുന്നത്. അതുകൊണ്ട് അവൻ പറയാണ്, ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബൻ മഫ്റൂദ. നസീബ് എന്ന് പറഞ്ഞാൽ എന്താ? വിഹിതം, ഓഹരി. അപ്പം എൻ്റെ ഓഹരി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ എനിക്കുണ്ടാവും. ഞാൻ അതിനുള്ള പണിയൊക്കെ എടുക്കും. അന്ത്യദിനം വരെ പിശാച്. എന്നിട്ടോ വഴി പിഴപ്പിച്ചതിന് ശേഷം അവൻ കൈയൊഴിക്കുകയും ചെയ്യും. പരലോകത്തെത്തിയാൽ ഈ പിശാചിൻ്റെ ആളുകൾക്ക് സഹായിയായി പിശാച് ഉണ്ടാകുമോ? അവൻ നടത്തുന്ന അവസാനത്തെ ഒരു പ്രസംഗം ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സൂറ ഇബ്രാഹിമിൽ വഖാല ശൈത്വാനു ലമ്മാ ഖുദിയൽ അംർ. അള്ളാഹുവിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിശാച് അന്ന് പറയും, അള്ളാഹുവിൻ്റെ കോടതി നടപടികൾ ആരംഭിച്ച് വിചാരണയൊക്കെ കഴിഞ്ഞ് നരകത്തിലേക്കുള്ള ആളുകൾ നരകത്തിലേക്ക്, സ്വർഗത്തിലുള്ളവർ സ്വർഗത്തിലേക്ക്. പിശാച് അങ്ങോട്ട് പോകേണ്ടി വരും, നരകത്തിലേക്ക് പോകേണ്ടി വരും. അവന് വഴിപിഴപ്പിച്ച ആളുകൾ അങ്ങോട്ട് പോകും, നരകത്തിലേക്ക് പോകും. അവസാനം പിശാച് പറയും, വഖാല ശൈത്വാൻ ലമ്മാ ഖുദിയൽ അംർ ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ് വവഅദ്തുകും. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരു വാഗ്ദാനം ചെയ്തിരുന്നു, അത് സത്യസന്ധമായ വാഗ്ദാനമായിരുന്നു. അതൊന്നും മൂപ്പര് പറയാം. വഅദ്തുകും, ഞാനും നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നു. ഫഅഖ്ലഫ്തുകും, ഞാൻ നിങ്ങളുടെ വാഗ്ദാനം ഇതാ ലംഘിച്ചിരിക്കുന്നു. വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താനിൻ ഇല്ലാ അൻ ദഅഉതുകും ഫസ്തജബ്തും ലീ. നിങ്ങളുടെ മേൽ എനിക്കൊരു കഴിവും ഒരു അധികാരവും ഒരു ആധിപത്യവും ഇല്ല. ഞാൻ നിങ്ങളെ വിളിച്ചു എന്നുള്ളത് ശരിയാണ്. ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഫസ്തജബ്തും ലീ, നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. അതുകൊണ്ട് ഫലാ തലൂമൂനി, നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ടതില്ല. വലൂമൂ അൻഫുസകും, നിങ്ങൾ ആരെ ആക്ഷേപിച്ചാൽ മതി? നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി. ഞാൻ വിളിച്ചിട്ട് പോന്നിട്ടില്ലേ? ആലോചിച്ചൂടായിരുന്നോ? ബുദ്ധി എന്നിട്ടില്ലേ പഠിച്ചോൻ? ചിന്തിച്ചൂടായിരുന്നോ? ഇതാരോ വയലാണ്, ഇതാരോ വയലാണ്? പിശാച് അവസാനം കൊടുക്കണ വയലാണ്. ഇത് പഠിച്ചപ്പോൾ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്, ഇങ്ങനെയൊക്കെ സംഭവം വരാണ്ട് കേട്ടോ, ഒരുങ്ങി നിന്നോളി. വലൂമു അൻഫുസകും, അതുകൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് കഴിയുമോ?
മാ അൻതും ബിമുഖ്രിജി, നിങ്ങളെ എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്കും കഴിയില്ല, നിങ്ങളെ രക്ഷിക്കാൻ എനിക്കും കഴിയില്ല. വമാ അന ബിമുഖ്രിജിക്കും വമാ അൻതും ബിമുഖ്രിജിയ, ഇങ്ങനത്തെ ഒരവസ്ഥ വരാനുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇന്ന ശൈത്വാന ലക്കും അദുവ്വ് ഫത്തഖിദൂഹു അദുവ്വ. അവനെല്ലാം പഴപ്പിക്കാനുള്ള പണിയെടുക്കും. അതാ ഈ ആയത്തിൻ്റെ ബാക്കി ഭാഗം പറയുന്നു. നസീബൻ മഫ്റൂള എന്ന് പറഞ്ഞിട്ട് പറയുന്നു, നോക്കൂ, വല ഉദില്ലന്നഹും, ഞാൻ അവരെ വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യും പഠിച്ചോനെ. പിശാജ് നമ്മുടെ ശരീരത്തിലെ നല്ല ഒരു അവയവത്തെയാണ് പിടികൂടിയിട്ടുള്ളത്. അതേതിനെയാണ്? മനസ്സിനെയാണ്, നമ്മുടെ ശരീരത്തെയല്ല. പിശാചിൽ നിന്ന് ശാരീരികമായ ഉപദ്രവമേറ്റ ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ കൂട്ടത്തിലുണ്ടോ? ശാരീരികമായ ഉപദ്രവം ഏറ്റിട്ടുള്ള, ശൈത്താൻ്റെ അടി കിട്ടിയവരുണ്ടോ? ഉണ്ടെങ്കിൽ പറയും. കുത്തു കിട്ടിയവരുണ്ടോ? ശൈത്താൻ്റെ അടി കിട്ടിയവരുണ്ടോ? എന്നിട്ട് ശൈത്താൻ അടിച്ചിറക്കുക. നമ്മുടെ ശരീരത്തിൽ നിന്ന് അടിച്ചിറക്കേണ്ട സാധനമല്ലേ? നോക്കണം നിങ്ങൾ. എന്നാലോ ഇന്നിപ്പോൾ ചിലപ്പോൾ നമ്മൾ സുബൈ നിസ്കരിച്ച സമയത്ത് തന്നെ മറ്റവൻ്റെ ശല്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഉണ്ടാകുമോ? ഞാൻ ദുഹ നിസ്കരിച്ച ആൾക്കാരുണ്ടെങ്കിൽ ദുഹ നിസ്കരിക്കുമ്പോഴും മറ്റവും വരും. ആര്? അള്ളാഹിനെ ഓർക്കുന്നതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ തെറ്റിക്കുന്ന പണിയാണ് മെയിനായിട്ട് ആർക്ക്? പിശാച്. അതിനാണ് വസ്വാസ് എന്ന് പറയുന്നത്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. സുദൂർ എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സ്. ജസദ് അജ്സാദ് എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് എന്നാണ്. അല്ലദീ യുദിറു ഫീ അജ്സാദിന്നാസ് എന്നാണോ? ആണോ? അല്ല. അതുകൊണ്ട് തന്നെ മൂപ്പർക്ക് എവിടെയാണ് പണിയെടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാം. അതന്നെ മൂപ്പർ പഠിച്ചവനോട് വരം ചോദിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ വസ്വാസ് ഉണ്ടാക്കും, മനസ്സുകൾ തെറ്റിക്കും. അതുകൊണ്ട് അതാണ് നമ്മൾ കരുതേണ്ടത്. വല ഉദില്ലന്നഹും, അല്ലല്ല യുദില്ലു എന്ന് പറയുന്നത് വഴി പിഴപ്പിച്ചു. ലല്ല യദില്ലു എന്ന് പറഞ്ഞാൽ വഴി പിഴച്ചു. മുദില്ല് ആണ് ആര്? വഴി പിഴപ്പിക്കുന്നവൻ. ലാല് വഴി പിഴച്ചവൻ. വല ഉദില്ലന്നഹും, ഞാൻ അവരെ വഴി പിഴപ്പിക്കുക തന്നെ ചെയ്യും. പിന്നെയോ വല ഉമന്നിയന്നഹും, ഞാൻ അവരെ വ്യാമോഹിപ്പിക്കുകയും ചെയ്യും. ഉമ്നീയത്തിൻ്റെ ബഹുജനാണ് അമാനി. വ്യാമോഹങ്ങൾ. അപ്പോൾ മനുഷ്യനെ പല വ്യാമോഹങ്ങളിലേക്കും ആര് കൂട്ടിക്കൊണ്ടുപോകും? പിശാച്. അങ്ങനെ ചെയ്ത് അങ്ങനെ അതാണ് നല്ലതടാ എന്ന് പറഞ്ഞിട്ട് അത് പരലോക ചിന്തയിൽ നിന്ന് ദുനിയാവിലെ ചിന്തയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകും. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് അള്ളാഹു അല്ലാത്തവരിലേക്കുള്ള ചിന്തയിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകും. അവൻ വ്യാമോഹിപ്പിക്കും, അങ്ങനെ നിങ്ങളെ വഴിപിഴപ്പിക്കും എന്നാണ്. ആ കാലഘട്ടത്തിൽ അവർ ചെയ്തിരുന്ന ഒരു ശിർക്ക്, ഓരോ കാലഘട്ടത്തിലും ശിർക്കിൻ്റെ ഇനങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അതിൽപ്പെട്ട ഒന്നാണ് ഫലയുബത്തികുന്ന ആദാനൽ അൻആം. അങ്ങനെ ബത്തക്ക നമ്മളെ സാധനം കേട്ടോ, അതൊരു വെർബാണ്. അറബിയിലുള്ളൊരു ക്രിയയാണത്. ബത്തക്ക യുബത്തിക്കു. ബത്തക്ക എന്ന് പറഞ്ഞാൽ ക ത അ. ബ ത ക ക ത അ. എന്താണ്? മുറിച്ചു. ബത്തക്ക എന്ന് പറഞ്ഞാലോ ഖത്ത അ, മുറിപ്പിച്ചു. ബത്തക്ക മുറിച്ചു, ബത്തക്ക ഖത്ത അ, മുറിപ്പിച്ചു. എന്നിട്ട് അവരെ കൊണ്ട് ഞാൻ മുറിപ്പിക്കും. അതാണ് ഫലയുബത്തികന്ന ആദാനൽ അൻആം. ഉദ്ദിന് ആദാൻ എന്താണ്? കാതുകൾ, ചെവികൾ. അൻആം നാൽക്കാലികളുടെ. അപ്പോൾ അവർക്ക് ആ കാലഘട്ടത്തിൽ അവർ നേർച്ച നേരാൻ വേണ്ടി അവരുടെ ദൈവങ്ങൾക്കും ഇലാഹുകൾക്കുമൊക്കെ
ബലിയർപ്പിക്കാൻ വേണ്ടിയുള്ള ബലിമൃഗങ്ങൾ ഒരുക്കുമ്പോൾ അതിൻ്റെ കാതുകൾക്ക് പ്രത്യേകം അടയാളങ്ങൾ ഉണ്ടാക്കി എന്ത് ചെയ്യും, ഓരോന്നിന് ഓരോ രീതിയിൽ അവർ എന്ത് ചെയ്യും, ഓരോ ദൈവങ്ങൾ. ഒരു ദൈവം ഉണ്ടാകുള്ളൂ? ഇല്ല. കഅബയിൽ തന്നെ എത്ര ദൈവങ്ങളുണ്ടായിരുന്നു? 4 ചുമരുകൾക്കുള്ളിൽ 360. അതിൽ ലാത്ത ഉണ്ട്, ഉസ്സയുണ്ട്, മനാത്തയുണ്ട്, ഹുബലുണ്ട്, അങ്ങനെ പോകുക. അതിൽ അവസാനം കഅബ ഉണ്ടാക്കിയ ഇബ്രാഹിം അലൈഹി സ്വലാമിനെയും വിട്ടിട്ടില്ല, മകൻ ഇസ്മായിൽ അലൈഹി സ്വലാമിനെയും വിട്ടിട്ടില്ല. അതിൻ്റെ ഒക്കെ രൂപം അതിൻ്റെ ഉള്ളിലുണ്ട്, പുറത്തുണ്ട്. സഫാ കുന്നിൽ വേറൊന്നുണ്ട്, മർവ കുന്നിൽ വേറൊന്നുണ്ട്. അപ്പോൾ സഫൻ്റെയും മർവിൻ്റെ ഇടയിൽ സഅയ് നടത്താൻ പറഞ്ഞപ്പോൾ വിശ്വാസികൾ അതിങ്ങനെ അവർ ആരാധിച്ച വിഗ്രഹങ്ങളൊക്കെ ഉള്ള കുന്നല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇരില്ലാഹ് എന്ന് പറഞ്ഞ് ആയത്തിറങ്ങി. അതൊക്കെ അവിടുന്ന് നീക്കം ചെയ്യാൻ വേണ്ടി, മറ്റേത് അള്ളാഹ് അവിടെ ഉണ്ടാക്കിയതാണ്. സഫി മർവയൊക്കെ അള്ളാഹുവിൻ്റെ ആയത്തുകളാണ്. അപ്പോൾ കഅബൻ്റെ ഉള്ളിലുണ്ട്, പുറത്തുമുണ്ട്. ഇതൊക്കെ ഇവർക്കൊക്കെ വേണ്ടി ബലിക്കല്ലുകൾ ഉണ്ടായിരുന്നു, നേർച്ചയാക്കിയിട്ട്. ഇങ്ങനെ നമ്മളെ വീട് ചില മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ നേർച്ച മൃഗങ്ങൾ, നേർച്ചാടനെ കണ്ടിട്ടില്ലേ? നേർച്ചാടെങ്ങാനോ ഏതെങ്കിലും പച്ചക്കറി കടയിലേക്ക് കയറിയാൽ വരി തിന്ന് പോയിക്കോളി, വെള്ളം വെച്ച് തിന്ന് പോയിക്കോളി. ആരോട്? ആടിനോട്. എന്തൊരു ബഹുമാനം, തൊടൂല. ബസ് കയറിയിട്ടുണ്ട് ഒരിക്കൽ. വന്ന ബസ്സിൽ കൊണ്ടോട്ടിന്ന് ഒരു നേർച്ചാടൻ ബസ് കയറി. ചില ആൾക്കാർ സീറ്റിൽ നിന്നാണ് എണീറ്റ് പഠിച്ചോനെ നേർച്ചാടാണ് എവിടെ കയറിയത്? ബസ് കയറിയത്. ഈ ജാതി വിഷയം എന്തൊരു പേടിയ മനുഷ്യന്മാർക്ക്. നോക്കൂ, പഠിച്ചോനെ കൂടി ഈ ജാതി പേടിയില്ല. ഖബറുകളുടെ മുമ്പിൽ സുജൂദ് ചെയ്ത് പൊട്ടിക്കരയും, കണ്ടിട്ടില്ലേ? അള്ളാഹിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ട് കരച്ചിൽ വരുന്നുണ്ടോ? ആ സുജൂദിൽ വേറെ എന്തെങ്കിലുമൊക്കെ സ്വപ്നം കാണും, ഓർക്കുക. വല്ല ഉമന്നിയെന്നോ പഠിച്ച ശൈത്താനെ അവിടെ വന്നിട്ട് എന്ത് ചെയ്യും? വ്യാമോഹിപ്പിക്കും. ഈ സംഗതികൾ നമ്മൾ കരുതണം. ഈമാന്, വിശ്വാസം എന്ന് പറഞ്ഞാൽ എത്ര ക്ലിയറായിരിക്കണം, നിഷ്കളങ്കമായിരിക്കണം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ അൻആമുകളുടെ, നാൽക്കാലികളുടെ കാതുകളെ കീറി മുറിക്കാനുള്ള പ്രേരണ ആര് നൽകിയിരുന്നു? പിശാച് നൽകിയിരുന്നു. ഓരോ കാലത്ത് ഓരോ സംഗതിയാണ് പിശാച് കൊടുക്കുക. അങ്ങനെയാണ് ശിർക്ക്. ഇങ്ങനെ ശിർക്ക് ഒരു കാലഘട്ടത്തിൽ ഒരേ രൂപത്തിലാകൂലല്ലോ. എന്തിനൊക്കെയാണ് മനുഷ്യൻ ആരാധിക്കുന്നത് നോക്കൂ നിങ്ങൾ. നഗ്നതയെ വരെ ആരാധിക്കുന്നുണ്ട് നമ്മുടെ ഈ മഹാരാജ്യത്ത്. ഒന്നും കൊടുക്കാതെ ഇങ്ങനെ നടക്കുന്ന സന്യാസിമാരെ കണ്ടിട്ടില്ലേ? ആ സന്യാസിമാരുടെ മുമ്പിൽ പഞ്ചപുച്ഛം മടക്കി ഓച്ചാനിച്ച് നിൽക്കുന്നത് ആരാണ്? വലിയ വലിയ സയൻറ്റിസ്റ്റുകളാണ്. ബുദ്ധിയില്ലാഞ്ഞിട്ട ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് മനുഷ്യൻ എന്ത് ചെയ്യും? അസ്ഫല സാഫിലി എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? വലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. അധമനായി മനുഷ്യൻ മാറുന്ന അവസ്ഥ നമ്മൾ കാണുന്നു. സ്രഷ്ടാവിനെ വിട്ട് സൃഷ്ടികളിലേക്ക് അവൻ അഭയം തേടുന്നു. ഇതാണ് ഏറ്റവും വലിയ സംഗതി. മനുഷ്യൻ്റെ പരാജയം അവിടെയാണ്. അവൻ്റെ വിജയമോ ജഗന്നിയന്താവായ പ്രപഞ്ചപരിപാലകനായ ഏകനായ കരുണാമയനായ അള്ളാഹുവിൽ അഭയം തേടുമ്പോഴാണ് അവൻ്റെ ശക്തി, അവൻ്റെ ഊർജവും ഉശിരും അതിലൂടെയാണ് കാണുക. പിന്നെന്താ? ഞാൻ അവരോട് കൽപ്പിക്കുന്ന ഫലയുബത്തിക്കന്ന ആദാനൽ അൻആം, ഞാൻ അവരോട് കൽപ്പിക്കും. ആര്? പിശാച്. വല ഉളില്ലന്നഹും വല ഉമന്നിയന്നഹും വല ആമുറന്നഹും, ഞാൻ അവരോട് കൽപ്പിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? ഫലയുബത്തിക്കുന്ന ആദാനൽ അൻആം, അങ്ങനെ നാൽക്കാലികളുടെ കാതുകളെ ഞാൻ അവരെ കൊണ്ട് കീറി മുറിപ്പിക്കും. വലആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, അങ്ങനെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് അവർ മാറ്റം വരുത്തും. അവിടെ ശിർക്ക് ചെയ്യാൻ വേണ്ടി അള്ളാഹ് പഠിച്ചതിനെ അവരെന്ത് ചെയ്യും? കീറി മുറിച്ച് അള്ളാഹുവിൻ്റെ ആ സൃഷ്ടിപ്പിനെ അവർ മാറ്റം വരുത്തുക തന്നെ ചെയ്യും. ഗയ്യറ യുഗയ്യിറു എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്തി. ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹി,
وَمَنْ يَتَّخِذِ الشَّيْطَانَ وَلِيًّا مِنْ دُونِ اللَّهِ അള്ളാഹുവിന് പുറമെ വല്ലവനും പിശാചിനെ വലിയായി രക്ഷാധികാരിയായി സ്വീകരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? നമ്മുടെ വലിയ ആരാണ്? നമ്മുടെ രക്ഷാധികാരി ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അള്ളാഹുവിനെ വലിയാക്കുന്നതിന് പകരം പിശാചിനെ വല്ലവനും വലിയാക്കുകയാണ് എങ്കിൽ വമൻ യത്തഖിദി ശൈത്വാന വലിയൻ മിൻ ദൂനില്ലാഹ് ഫഖദ് ഖസിറ ഖുസ്റാനം മുബീനാ, അവൻ വളരെ പ്രത്യക്ഷമായ നഷ്ടം പറ്റിപ്പോയവനാകുന്നു. വ്യക്തമായ നഷ്ടത്തിലാണ് അവൻ അകപ്പെട്ടിരിക്കുന്നത്. ഖസിറ എന്ന് പറഞ്ഞാൽ എന്താ? നഷ്ടത്തിലകപ്പെട്ടു. ഖുസ്റാൻ എന്ന് പറഞ്ഞാലോ നഷ്ടം. ഖുസ്ർ എന്ന് പറഞ്ഞാലോ നഷ്ടം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ആ ഖുസ്ർ എന്ന് പറഞ്ഞാലും ഇത് ഫഅലാൻ വസനാണ്. എന്ത്? ഖുസ്റാൻ എന്നുള്ളത്. അപ്പോൾ ഖസിറയുടെ മസ്തറാണ്. ഫഖദ് ഖസിറ ഖുസ്റാനം മുബീനാ. മനുഷ്യന്മാർ ഇത്തരത്തിലുള്ള അള്ളാഹുവിൽ നിന്ന് പിടുത്തം വിട്ടുകൊണ്ടവർ സൃഷ്ടികളിലേക്ക് അഭയം തേടിയാൽ സംഭവിക്കുന്നത് അവർക്ക് തീരാ നഷ്ടമായിരിക്കും. ദുനിയാവിലൊരു സുഖം ഉണ്ടാവില്ല. ഏകദൈവ വിശ്വാസികൾക്കാണോ നിർഭയത്തുണ്ടാകുക? ഒന്നിൽ കൂടുതൽ ഇതുപോലെയുള്ള ഇലാഹുകളിൽ അഭയം തേടുന്നവർക്കാണോ സമാധാനവും സ്വസ്ഥതയും നിർഭയത്വം ഉണ്ടാവുക? ആർക്കാണ്? മറ്റ് ആകെ ഒരാളായിരിക്കും. എവിടെയാണ് നീ പോയി നോക്കുക? നിങ്ങൾ അവിടെ പോയി നോക്കിയാണ്. അതിനെക്കാട്ടിലും കുറച്ച് ഉഷാറ് എവിടെയാണ്? മറ്റൊടുത്താണ്. അവിടെ ഇപ്പം ഇങ്ങനെ ശക്തി കുറഞ്ഞു, വീര്യം കുറഞ്ഞു വരുന്നുണ്ട്, മറ്റൊടുത്ത് വീര്യം കുറഞ്ഞു കൂടി വരുന്നുണ്ട് എന്നില്ലേ. അപ്പോൾ എവിടെ പോകണമെന്നില്ല ബേജാറായിരിക്കും മനുഷ്യൻ. അതിൽ തന്നെ ആരിൽ എവിടെ എങ്ങനെ അഭയം തേടണം എന്നുള്ളതുണ്ടാവില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് വല്ലദീന ആമനു, തീർച്ചയായും വിശ്വാസികൾ, വലം യൽബിസു ഈമാനഹും ബിദുൽം, അവരുടെ ഈമാനിനെ ദുൽമുമായി അവർ കൂട്ടിക്കലർത്തിയിട്ടില്ല. ദുൽമു എന്ന് പറഞ്ഞാൽ എന്താ? ശിർക്ക്. ഇന്ന ശിർക ലദുൽമുൻ അലീം. അപ്പോൾ ഈമാനിനെ ശിർക്കുമായി കൂട്ടിക്കലർത്താത്തവർ, വലം യൽബിസു ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംൻ, അവർക്കാകുന്നു എന്തുള്ളത്? അംന്, നിർഭയത്വമുള്ളത്. ഈമാനിൽ നിന്നുണ്ടാകേണ്ടതാണ് എന്ത്? അംന്. ഈമാൻ കുറഞ്ഞാൽ എന്ത് കുറയും? അംന് കുറയും. ഈമാൻ ശക്തമായാൽ അംന് ശക്തമാണ്. അപ്പോഴാണ് തവക്കുലുണ്ടാകുന്നത്. വഹും മുഹ്തദൂൻ, അവരാണ് യഥാർത്ഥത്തിൽ സന്മാർഗം പ്രാപിച്ചവരെന്ന് നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും പിശാചിൻ്റെ ഈ ദുർബോധനങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പഠിച്ചോ നോക്ക് പറയുന്നത് യഇദുഹും വഅദ യഇദു, യഇദുഹും, അവൻ അവർക്ക് വാഗ്ദാനം നൽകുന്നു. ആര്? പിശാച് അവർക്ക് ഓരോ വാഗ്ദാനം നൽകുന്നു. വയുമന്നീഹിം, അവൻ അവരെ വ്യാമോഹിപ്പിക്കുകയും ചെയ്യുന്നു പിശാച്. കേട്ടോ, ഖുർആനിൽ ഈ അമാനിയെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പിശാച് അവർക്ക് അലങ്കാരമാക്കി കാണിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. കേട്ടോ, വല ഉസയ്യിനന്നഹുന്ന് മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അതന്നെയാണ് നല്ലത് എന്ന് അവർക്ക് അതിനെ ഭംഗിയാക്കി കൊടുക്കും. ഇപ്പം എന്താ പറയുക, നമ്മൾ സാധാരണ എന്തൊരു സംഗതിയാണെങ്കിലും കളർഫുൾ ആക്കണം അല്ലേ? എന്താകണം? കളർഫുള്ളാക്കി കാണിച്ചു കൊടുക്കുന്ന പണിയാണ് അവർക്ക് പിശാച്. അതായത് സീനത്ത് എന്ന് പറയുന്നത്. കളർഫുള്ളാകണം. അപ്പോൾ കളർഫുള്ളാക്കണോ അത് ചെയ്തോടെ എന്ന് പറയും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? എല്ലാം കളർഫുള്ളാക്കും എല്ലാ സംഗതിയും അല്ലേ? ഇപ്പോൾ റസൂലിനോടുള്ള സ്നേഹം എങ്ങനെയാക്കണം? ഈ കാലഘട്ടത്തിൽ അതിലൊരു വൈബ് നിലനിർത്തണം എന്നാണ് പറയുന്നത്. പ്രവാചക സ്നേഹത്തിന് വൈബ് വേണ്ടെന്നാണ് കുട്ടികൾ പറയുന്നത്. അത് കളർഫുള്ളാക്കണം. അപ്പോൾ എന്ത് ചെയ്യും?
ഓരോ സംഗതി ഇങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കും. പുതിയ പുതിയ എങ്ങനെ വരികയാണ്. അപ്പോൾ പണ്ടുണ്ടായിരുന്ന മാതിരിയുള്ള റാലിയാണ് ഒപ്പം നടക്കുന്നത്. നബിദിന റാലി കളർഫുള്ളായി വരികയാണ്, ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് റസൂലിൻ്റെ കാലത്തുള്ളതുപോലെ ഇന്നും നിലനിൽക്കും, ഒരു മാറ്റവും അതിലുണ്ടാവില്ല. ബിദ്അത്ത് എന്ന് പറഞ്ഞാലോ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ആര് മാറ്റും? ആരെ മാറ്റുക? പിശാച് മാറ്റിക്കൊണ്ടിരിക്കും. അവർക്ക് ഇങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാലോ വമാ യഇദുഹുമുശ് ശൈത്വാനു ഇല്ലാ ഗുറൂറാ, പിശാച് അവർക്ക് നൽകുന്ന വാഗ്ദാനം വെറും വഞ്ചന മാത്രമാണ്. വഞ്ചിക്കാൻ നിൽക്കല്ലേ, കാരണം കയ്യൊഴിയില്ലേ. എന്ന് കയ്യൊഴിയും? ഖിയാമത്ത് നാളിൽ എന്നെ കുറ്റം പറയണ്ട. ഫലാ തലൂമുനി വലൂമു അൻഫുസക്കും, ഞാൻ നിങ്ങളെ വിളിച്ചു നോക്കി, എത്ര പെട്ടെന്ന് നിങ്ങൾ വന്നത്. ഞാൻ നിങ്ങളെ വിളിച്ചു, ഫസ്തജബ്തും ലി ഫലാ തലൂമുനി വലൂമു അൻഫുസക്കും വമാ അന ബി മുസ്രിഖിക്കും വമാ അൻതും ബി മുസ്രിഖിയ. നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല, എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്കും കഴിയില്ല. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുമില്ല. ഞാൻ അതിന് ഒരുങ്ങി വന്നു തന്നെയാണ്. ഏതിന്? നരകത്തിന് വേണ്ടി. പിശാച് നോക്കണം. അപ്പോൾ മാ യഇദുഹുമുശ് ശൈത്വാനു ഇല്ലാ ഗുറൂറാ, വഞ്ചനയല്ലാതെ യാതൊന്നും തന്നെ അവൻ വാഗ്ദാനം ചെയ്യുന്നില്ല. പിശാചിൻ്റെ വാഗ്ദാനം എന്താണ്? വഞ്ചനം. ഗുറൂർ എന്ന് പറഞ്ഞാൽ എന്താ? വഞ്ചന. അവിടെ ഐൻ അതിന് ഫത്തഹോ ലമ്മോട്ടത് നോക്കി. മുസ്തഫിൽ എന്താ ഉള്ളത്? ലമ്മല്ലേ? ലമ്മത്തല്ലേ? ഗുറൂർ എന്ന് പറഞ്ഞാൽ എന്താ? വഞ്ചന. അതിന് ഫത്തഹ് ഇട്ടൊന്ന് വായിച്ചു നോക്കി. അപ്പം എന്തായി? ഗറൂർ. ആരാ ഗറൂർ? ഫഊൽ വസനില് ഗറൂർ ആരാണെന്നോ? വഞ്ചകൻ. ഗുറൂറുൻ വഞ്ചന, ഗറൂറുൻ വഞ്ചകൻ. അള്ളാഹ് പിശാചിനെ കുറിച്ച് പറഞ്ഞൊരു പേരാണെന്ത്? ഗറൂർ. വഞ്ചകനായ പിശാച് നിങ്ങളെ വഞ്ചിക്കും, അത് നിങ്ങൾ കരുതിയിരിക്കണം. വമാ യഇദുഹുമുശ് ശൈത്വാനു ഇല്ലാ ഗുറൂറാ ഉലൈക മഅവാഹും ജഹന്നം. അത്തരം ആളുകൾ പിശാചിനെ അനുസരിച്ച് പിശാചിൻ്റെ കൂടെ കൂടി അവൻ്റെ വസ്വാസിലകപ്പെട്ട് ജീവിതം നശിപ്പിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് കിട്ടുന്നത് എന്താണ്? മഅവാഹും, അവരുടെ സങ്കേതം എന്താകുന്നു? ജഹന്നം, നരകമാകുന്നു, കത്തിജ്വലിക്കുന്ന നരകം. വലാ യജിദൂന അൻഹാ മഹീസാ, അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിടവും അവർ വേറെ കണ്ടെത്തുകയില്ല. മഹീസ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ട് ചെല്ലാനുള്ള ഇടം. വലാ യജിദൂന, അവർ കണ്ടെത്തുകയില്ല. മഹീസ, അവർക്ക് രക്ഷപ്പെട്ട് ചെല്ലാനുള്ള ഒരു ഇടവും അവർ കണ്ടെത്തുകയില്ല. ക്ലിയർ അല്ല ആയത്ത്? ഒന്ന് ഓതി നോക്കൂ. ഇൻ യദ്ഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാസൻ വഇൻ യദ്ഊന ഇല്ലാ ശൈത്വാനം മരീദാ ലഅനഹുല്ലാഹു വഖാല ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബൻ മഫ്റൂളാ വലഉദില്ലന്നഹും വലഉമന്നിയന്നഹും വലആമുറന്നഹും ഫലയുബത്തികുന്ന ആദാനൽ അൻആം വലആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ് വമൻ യത്തഖിദിശ് ശൈത്വാന വലിയ്യൻ മിൻ ദൂനില്ലാഹി ഫഖദ് ഖസിറ ഖുസ്റാനൻ മുബീനാ യഇദുഹും വയുമന്നീഹിം വമാ യഇദുഹുമുശ് ശൈത്വാനു ഇല്ലാ ഗുറൂറാ
ഉലൈക മഅവാഹും ജഹന്നം വലാ യജിദൂന അൻഹാ മഹീസാ. അപ്പോൾ പിശാചിൻ്റെ കൂടെ കൂടിയ ആളുകളുടെ അവസ്ഥ, അവരുടെ പര്യവസാനം നരകത്തിലേക്കാണ് എങ്കിൽ വിശ്വാസമുള്ളവരുടേതോ? അത് അള്ളാഹു പറയുന്നത്, വല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി സനുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ വഅദല്ലാഹി ഹഖ്ഖാ വമൻ അസ്ദഖു മിനല്ലാഹി ഖീലാ. വല്ലദീന ആമനൂ, എന്നാൽ അള്ളാഹുവിൽ വിശ്വസിച്ചവർ. ഈമാനുള്ളവർക്ക് അടങ്ങിക്കാൻ കഴിയും? ഈമാനുള്ളവർക്ക് അടങ്ങിക്കാൻ കഴിയും? അവരെന്ത് ചെയ്യും? അമലു അസ്വാലിഹാത്ത്. ഈമാനുണ്ടെങ്കിൽ സുഹൃതങ്ങൾ, സൽക്കർമ്മങ്ങൾ, നന്മകൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവരുടെ മനസ്സിലെന്താണ്? ഈമാനാണ്. ഈമാനിൻ്റെ ഒരു വെളിച്ചം അവരുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകും. ഈമാനുള്ളവർ നല്ലതേ ചിന്തിക്കും, നല്ലതേ ആലോചിക്കും, നല്ലതേ പറയൂ. അതുകൊണ്ട് നല്ലത് ചെയ്യാനേ അവർക്ക് കഴിയും. ഈമാനിൻ്റെ സവിശേഷത. അവർ സ്വന്തം ജീവിതത്തിലും സമാധാനം ഉണ്ടാകും, മറ്റുള്ളവർക്ക് സമാധാനം പ്രസരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈമാനുള്ളവർ വേറൊരാളെ കാണുമ്പോൾ എന്ത് പറയും? അസ്സലാമു അലൈക്കും, ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്കും പഠിച്ചുകൊണ്ട് സമാധാനവും രക്ഷയൊക്കെ ഉണ്ടാകട്ടെ. ഞാൻ രക്ഷപ്പെട്ട എന്തുകൊണ്ടാണ്? എൻ്റെ ഈമാൻ കൊണ്ടാണ്. അതാണ്. അപ്പോൾ നോക്കൂ, വല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾ. അതുകൊണ്ടാണ് ഈമാൻ്റെ കൂടെ ഖുർആൻ ഉടനെ തന്നെ പറയുന്നത് എന്തുണ്ട്? അമലു സ്വാലിഹാത്ത്. ലൈസൽ ഈമാനു ബിത്തമന്നി വലാ ബിത്തഹല്ലി. ഈമാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനക്കോട്ടകളല്ല എന്ന് ഹസനുൽ ബസീറി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. നിങ്ങൾ കെട്ടിപ്പോക്കുന്ന മനക്കോട്ടകളല്ല, നിങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അഭീഷ്ടങ്ങളുമല്ല. ഉമ്നിയത്തല്ല എന്ത്? ഈമാൻ. വലാ ബിത്തഹല്ലി. തഹല്ലി, ഹലി എന്ന് പറഞ്ഞാൽ എന്താ? ആഭരണം. ഏതെങ്കിലും ഒരു ആദർശം, ഒരു ഇതൊക്കെ വേണ്ടേ? അതുകൊണ്ട് ഒരു ചിന്താ വിനോദം എന്ന നിലക്ക് നിങ്ങൾ എടുത്ത് അണിയുന്ന എന്തെങ്കിലും ആഭരണങ്ങളോ അലങ്കാര വസ്തുക്കളോ അല്ല എന്ത്? ഈമാൻ. വലക്കിൻ മാ വഖറ ഫിൽ ഖൽബ്, അത് നിങ്ങളുടെ ഹൃദയത്തിൽ രൂഢമൂലമായ ഒരു ആദർശമാകുന്നു. അത് നിങ്ങൾക്ക് ഉണ്ട് എന്നതിന് തെളിവെന്താ? വസ്വദ്ദഖഹു അൽ അമൽ. നിങ്ങളുടെ ഈമാനിനെ സാക്ഷീകരിക്കുന്നത്, സത്യപ്പെടുത്തുന്നത് എന്താണ്? അമല്. ഒരാൾ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ, അയാൾക്ക് ഈമാനുണ്ട്. ഒരാൾ ഒരു പണി എടുക്കുന്നില്ല, സൽക്കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല, മൂപ്പര് നല്ല മോമിനാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈമാനിൻ്റെ അടയാളങ്ങളായി സൽക്കർമ്മങ്ങളെയാണ് ഖുർആൻ എടുത്ത് പറയുന്നത്. അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് അപ്പോൾ അവസാനം വരെ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഒരു മോമിൻ അവൻ മരണമടയുന്നത് അവൻ്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ, മരിച്ചൊരാളെ നെറ്റിമ നോക്കിയാൽ വിയർപ്പില്ലല്ലോ. എന്താ നബി അങ്ങനെ പറഞ്ഞെന്താ? വിയർപ്പ് എന്നത് അധ്വാനത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ജീവിതത്തിൽ സുഹൃതങ്ങളാൽ, പുണ്യങ്ങളാൽ, സൽക്കർമ്മങ്ങളാൽ നിരന്തരമായി ഓടിക്കൊണ്ടിരിക്കുന്നവനായിരിക്കും ആര്? വിശ്വാസി. അങ്ങനെ തൻ്റെ സുഹൃതം കൊണ്ടായിരിക്കും അവൻ മരിക്കുക എന്നാണ്. അതാ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞാണ് മരിക്കുക എന്ന് പറയുന്നത്. അടങ്ങി നിൽക്കാൻ അവന് നേരമുണ്ടാവുകയില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? സനുദ്ഖിലുഹും, നാം അവരെ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. സ്വർഗലോകം, ജന്നത്ത് എന്ന തോട്ടങ്ങളാണ്. തോട്ടങ്ങൾ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ദുനിയാവിൽ തോട്ടാട്ടോ അല്ലേ? നമ്മൾ ഉല്ലാസത്തിനൊക്കെ പോകുമ്പോൾ എപ്പോഴും എന്താ ആഗ്രഹിക്കുന്നത്? നല്ല പച്ചപ്പുള്ള തോട്ടങ്ങൾ വേണം, കായ്ക്കനികളുള്ളതാകണം, അതിൻ്റെ ഇടയിലൂടെ അരുവികൾ ഒഴുകുന്നതാകണം അല്ലേ? മനുഷ്യൻ്റെ മനസ്സാകർഷിക്കൂലേ? തണലുകളുള്ളതാകണം.
ഇത് ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം കിട്ടും. വലക്കും ഫീഹാ മാ തശ്തഹീ അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങളുടെ മനസ്സുകൾ കൊതിക്കുന്നതെല്ലാം നിങ്ങൾക്കവിടെ ലഭ്യമാണ്. നിങ്ങൾ ഓർഡർ ചെയ്താൽ അത് ഉടൻ അവിടെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു. എന്താ വേണ്ടത്? വിചാരിച്ചാൽ എത്തും, ആഗ്രഹിക്കുന്നതൊക്കെ എത്തും. ഈ ദുനിയാവിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമായിട്ടുണ്ടോ? ഉണ്ടോ? ഇനിയുണ്ടോ? ഇനിയുണ്ട് എന്ന് പറയും. സഫലമാകാത്തുണ്ട്, പൂണിയാത്ത സ്വപ്നങ്ങൾ, അല്ലേ? നേടാൻ കഴിയാത്ത ഒരുപാട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നമുക്കുണ്ട്. എനിക്ക് മുഴുവനായി മതി എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ ദുനിയാവിനെ കുറിച്ച്? ഉണ്ടെങ്കിൽ നമുക്ക് മൂപ്പരൊന്നൊക്കെ കാണണം, മൂപ്പരൊന്ന് സന്ദർശിക്കാൻ പോകണം. ദുനിയാവ് എനിക്ക് മതിയോ പറഞ്ഞിട്ട് ഒരാൾ കുഴങ്ങിയിരിക്കുകയാണ്. എന്താ മൂപ്പര് കുഴങ്ങിയിരിക്കണത്? ദുനിയാവ് മതി എന്ന് പറഞ്ഞിട്ട് കുഴങ്ങിയിരിക്കുക. അങ്ങനെ മനുഷ്യൻ ഉണ്ടാവില്ല. റസൂൽ അത് പറഞ്ഞു, ലൂക്കാന ലിബിനി ആദം വാദിയാനി മിൻ ദഹബിൻ. 2 താഴ്വര നിറയെ സ്വർണം കിട്ടിയാൽ എന്താഗ്രഹിക്കും? ലബ്തഗാ അൻ യകൂന വാദിയൻ സാലിസ. ഇനി മൂന്നാമത്തെ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കും. 2 ഷോപ്പിട്ടാൽ പിന്നെ മൂന്നാമത്തെ ഷോപ്പിടാൻ നോക്കുക, അല്ലേ? വരുമാനത്തിൻ്റെ എത്ര സ്രോതസ്സുകളാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇതൊക്കെ ആഗ്രഹിച്ചത് മുഴുവൻ നേടാനാകുന്ന ഒരു ലോകമാണിത്, പരലോകം, സ്വർഗം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പിന്നെ പറയുമ്പോൾ ജന്നാത്താണ് പറയുന്നത്, തോട്ടങ്ങളാണ്. മനുഷ്യനെ മനസ്സ് കുളിർപ്പിക്കുന്ന, കൺകുളിർപ്പിക്കുന്ന, അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം നേടിക്കൊടുക്കുന്ന തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. അതിൻ്റെ താഴ്ഭാഗങ്ങളിലൂടെ എന്തൊരു ഒഴുകുന്നു? അരുവികൾ ഒഴുകുന്നു. ദുനിയാവിൽ എന്തിൻ്റെ അരുവിയെ നമ്മൾ കാണുന്നുള്ളൂ? ദുനിയാവിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളിലൂടെ, പുഴകളിലൂടെ, കാട്ടുചോലകളിലൂടെ ഒക്കെ ഒഴുകുന്നത് എന്താണ്? പച്ചവെള്ളം, അല്ലേ? വെള്ളമല്ലേ? പാലിന് ഇവിടെ അരുവിയുണ്ടോ? അതെവിടെ ഉണ്ട്? പാലിൻ്റെ ആറുകളാണ്, പാലാറുകൾ. തേനിന് ഇവിടെ അരുവിയുണ്ടോ? തേനരുവി, പാലരുവി എന്നൊക്കെ നമ്മൾ പേരിടുന്നുണ്ടല്ലോ. അത് പാലിൻ്റെ അരുവിയുണ്ടോ? ഇല്ല, തേനിൻ്റെ അരുവി. ഒരു തുള്ളി തേൻ ഇവിടെ ക്ലാസ് റൂമിൽ ആ ടേബിൾ മുറ്റിച്ച് നോക്കി, ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ അഹിലുകാരൊക്കെ അവിടെ എത്തും. ആരെത്തും? ഉറുമ്പെത്തും. ഇതൊരു തേനിൻ്റെ അരുവി തന്നെ ഒഴുകിയാലും അതിൻ്റെ സമീപത്തൊന്നും ആര് വരുന്നില്ല. പാലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പാൽ എത്ര ദിവസം കേടുവരാതെ നിൽക്കും? തല്ലാജിയിലൊന്നും വെക്കണ്ട, അല്ലാതെ പുറത്ത് പാല് നമ്മൾ എന്ത് ചെയ്യുന്നു? പാല് പുറത്ത് വെക്കാറില്ല. അതെന്നാ കേട് വന്നാൽ അതിൽ എത്ര പാലിൻ്റെ അംശമുണ്ട്, വെള്ളത്തിൻ്റെ അംശമുണ്ട് എന്ന് പെട്ടെന്ന് അറിയും. അതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കും, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തിളപ്പിച്ച് കുടിക്കും. കേടുവരാത്ത അതിൻ്റെയൊക്കെ അരുവികളാണ് ഇവിടെ ഉള്ളത്. ജന്നാത്ത് എന്ന് പറഞ്ഞാൽ ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ. അതിലവർ ശാശ്വതവാസികളായിരിക്കും, നിത്യവാസികളായിരിക്കും. അവിടെ മരണമില്ല. സ്വർഗത്തിലെത്തിയാൽ പിന്നെ മരണമുണ്ടോ? ഇല്ല. അവിടെ സങ്കടങ്ങളില്ല, അവിടെ വേദനകളില്ല, അവിടെ ദുഃഖങ്ങളില്ല. മനുഷ്യനെ ഈ ദുനിയാവിൽ നിന്ന് ബുദ്ധിമുട്ടിപ്പിച്ച ഒന്നും എവിടെയല്ല? സ്വർഗലോകത്ത് ഇല്ല. എന്നാൽ നരകം അതിൻ്റെ നേരെ എതിരാണ്. മനുഷ്യന് സമാധാനത്തോടുകൂടി ജീവിക്കാൻ അവിടെ കഴിയില്ല. ഖാലിദീന ഫീഹാ അബദ വഅദല്ലാഹി ഹഖ്ഖാ. സത്യമായും അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനമാണ്. ആരാ വാഗ്ദാനം നൽകിയത്? ഇതാര വാഗ്ദാന? നേരത്തെ പറഞ്ഞ ഇബ്ലീസിന്റെ വാഗ്ദാനാണോ? ഇബ്ലീസിന്റെ വാഗ്ദാനം കേട്ട് പിന്നാലെ കൂടിയ ആൾക്കാർ പരലോകത്തെത്തിയാൽ ഇബ്ലീസ് എന്ത് ചെയ്യുന്നു? കൈയൊഴിക്കുന്നു. വഅദല്ലാഹി ഹഖ്ഖാ. സത്യമായുമുള്ള അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. മരണം ഉറപ്പാണോ? മരണമുണ്ടോ? ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. സ്വർഗമുണ്ട്, നരകമുണ്ട്, മരണമുണ്ട്. ഈ ജീവിതം സത്യമാണ്,
എന്ന് നമ്മൾ ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പോലെ മരണവും സത്യമാണ് എന്ന് നമുക്ക് ഉറപ്പാണ്. മരണാനന്തരം ഒരു ജീവിതമുണ്ട്, അവിടെ വിചാരണയുണ്ട്, രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്. ഇന്നൽ ജന്നത ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ, പ്രവാചകന്റെ നിശാന്ത്യ വേളയിലുള്ള പ്രാർത്ഥനകളിൽ ഒരു ഭാഗമാണ്. നിശ്ചയം സ്വർഗം സത്യം, നിശ്ചയം നരകം സത്യം. ഇത് നമ്മളെങ്ങനെ ബോധ്യപ്പെടുത്തണം? മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട്, അത് സത്യമാണ്. അപ്പോൾ അതിനെങ്ങനെ അത് മനസ്സിനെ തെറ്റിപ്പിക്കും മറ്റേയാൾ? നരകം അത് സത്യമാണ് എന്നുള്ളതാണ്. അത് വഅദല്ലാഹി ഹഖ്ഖ. ഇനി നോക്കൂ, എങ്ങനെയാണ് ഇനി പഠിച്ചവനെ നമ്മളോട് പറഞ്ഞു തരേണ്ടത്? ഇതിനേക്കാൾ വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, അല്ലാഹുവേക്കാൾ സത്യസന്ധമായി ഒരു വാക്ക് പറയുന്നവൻ ആരാണ്? അല്ലാഹ് പറഞ്ഞ ഈ വാക്കിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? സുബ്ഹാനല്ലാഹ്. അത് നമ്മൾ അള്ളാഹുവിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്ന അതിൻ്റെ വിശദീകരണങ്ങളിൽ, അതിൻ്റെ ഓരോ ജീവിതാംശങ്ങളിലും വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്കെന്ത് മതി? അള്ളാഹുവിൻ്റെ ഈ വാഗ്ദാനം മതി. വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, അള്ളാഹുവേക്കാൾ സത്യസന്ധമായി ഇങ്ങനെ കാര്യങ്ങൾ നമ്മോട് സംസാരിക്കുന്നവൻ, ഈ വാക്കുകൾ നമുക്ക് പറഞ്ഞു തരുന്നവൻ ആരാണുള്ളത്? അപ്പോൾ അത് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മതിയായതാകുന്നു എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർറാഹിമീനായ നാഥ, കരുണാമയനെ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പറ്റിപ്പോകുന്ന തെറ്റുകൾ ധാരാളം സംഭവിച്ചിട്ടുണ്ട്. ചെറുതും വലുതും, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയവ നിൻ്റെ മഹദായ ഫضൽ കൊണ്ടെല്ലാം ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ വാത്സല്യനിധികളായിരുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് എല്ലാ റഹ്മത്തും ബർക്കത്തും നീ ചൊരിഞ്ഞു കൊടുക്കണമേ നാഥ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും സൗഖ്യവും നൽകണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ, മക്കളിലൂടെ ഞങ്ങളുടെ കണ്ണുകളെ നീ കുളിർപ്പിക്കണമേ നാഥ. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളും ആശയങ്ങളും അതിൻ്റെ സന്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന സദ്വൃത്തരിൽ ഞങ്ങളെ നീ ചേർക്കണമേ. റബ്ബന അതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين.